ഇടവേളയ്ക്ക് ശേഷം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ പുനരാരംഭിക്കുകയാണ്. ബംഗ്ലാദേശിനെതിരായ 2 മത്സര ടെസ്റ്റ് പരമ്പരയോടുകൂടിയായിരിക്കും ഇന്ത്യയുടെ ടെസ്റ്റ് മത്സരങ്ങൾ ആരംഭിക്കുക. ഈ പരമ്പരയ്ക്ക് ശേഷമായിരിക്കും ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റിൽ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളെല്ലാം കളിപ്പിച്ച് ഓസീസ് പരമ്പരയ്ക്കായി തയ്യാറെടുപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. എന്നാൽ ഇതിനുശേഷം നടക്കുന്ന 3 മത്സര T20 പരമ്പരയിൽ സീനിയർ താരങ്ങൾ ഉണ്ടാവില്ലെന്നാണ് വിവരം. ഓസീസ് പരമ്പരയ്ക്ക് മുൻപ് താരങ്ങളുടെ ഫിറ്റ്നസ് നിലനിർത്തേണ്ടതും വിശ്രമാനുഭവിച്ച് മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ T20 പരമ്പരയിൽ യുവതാരങ്ങൾക്കായിരിക്കും അവസരം. സൂര്യകുമാർ യാദവാണ് ഇന്ത്യയുടെ T20 നായകൻ. നിലവിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ സൂര്യക്കിടമില്ല. എന്നാൽ ഗൗതം ഗംഭീർ സൂര്യയെ ടെസ്റ്റ് കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ T20 പരമ്പരയിൽ സൂര്യകുമാർ യാദവ് കണ്ടേക്കില്ലെന്നും റിപ്പോർട്ടുണ്ട്. നിലവിലെ റിപ്പോർട്ട് പ്രകാരം സഞ്ജു സാംസൺ T20 പരമ്പരയിൽ ഇന്ത്യയെ നയിച്ചേക്കും. ശുഭ്മാൻ ഗിൽ T20 ടീമിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിലേക്ക് നായകസ്ഥാനം എത്തിയേക്കും. കൂടാതെ അഭിഷേക് ശർമ്മ, റിങ്കു സിംഗ്, യശസ്വി ജയ്സ്വാൾ, നിതീഷ് റെഡ്ഡി, സായി സുദർശൻ, റിയാൻ പരാഗ്, ഖലീൽ അഹമ്മദ്, ഹർഷിത് റാണ, രവി ബിഷ്ണോയ് തുടങ്ങിയവരും ടീമിൽ ഇടം നേടും. ബംഗ്ലാദേശ് കരുത്തരായ ടീമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ യുവതാരങ്ങളെ ഉപയോഗിച്ച് പരമ്പര നേടാമെന്നത് ഇന്ത്യ കണക്ക് കൂട്ടുന്നു. ഏതായാലും അന്തിമ ടീം പ്രഖ്യാപിക്കുമ്പോൾ ആരൊക്കെ ഉണ്ടാകുമെന്നത് കാത്തിരുന്ന് കണ്ടറിയാം. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.